ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജയൻ എന്നാണ്. ഞാൻ ഫിസിക്സിലെ എൻട്രൻസ് ക്ലാസ് എടുത്ത് ഒരു വർഷം കൊണ്ട് എടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു എൻട്രൻസ് ക്ലാസ് ഇവിടെ എടുക്കാനും നിങ്ങളെ പരിചയപ്പെടാനും ഇങ്ങനെ കാഴ്ചയിലൂടെയാണ്, അല്ലാതെ നേരിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു ചാപ്റ്ററിൻ്റെയും ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് തരികയാണ്. ആ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ നന്നായിട്ട് കേട്ടതിന് ശേഷം വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളെ ഒരു ബോർഡിൽ എഴുതി ലൈവായിട്ട് കാണിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അതുപോലെ പഠിപ്പിക്കുന്നവർക്കും ബുദ്ധിമുട്ടാണ് സ്വാഭാവികമായിട്ട്. അതുകൊണ്ട് തന്നെ വളരെ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ നമ്മൾ ചെയ്യുന്നില്ല. ഒരു മോഡറേറ്റ് രീതിയിലുള്ള, തീരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ല, മോഡറേറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ കൂടെ കിട്ടുന്ന ഒരു കുറച്ച് അറിവുണ്ട്. ആ അറിവ് സ്വായത്തമാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ഒരു ക്ലാസ് ചെയ്തത്. അത് പൂർണ്ണമായിട്ടും സഹകരിക്കുക. എന്ത് അപാകതകൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് ചോദിച്ച് നമുക്കത് കറക്റ്റ് ചെയ്ത് പോകാം. എല്ലാവിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. അപ്പോൾ നമുക്ക് ഈ ഫിസിക്കൽ വേൾഡ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് നമ്പർ, ഫ്രീക്വൻസി, ടെമ്പറേച്ചർ, കറണ്ട്, ടൈം, മാസ്. അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടെമ്പറേച്ചർ, കറണ്ട്, ടൈം, മാസ്, ഇത് ഇത്രയും കാര്യങ്ങളും ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ വരും. പക്ഷേ ഫ്രീക്വൻസി എന്താണ്? ഡിറൈവ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ ദ വാല്യൂ ഓഫ് ഡെൻസിറ്റി ഓഫ് കെറസിൻ ഇൻ CGS സിസ്റ്റം ഈസ് 0.83. CGS സിസ്റ്റത്തിൽ കെറസിൻ്റെ ഡെൻസിറ്റി 0.83. അപ്പോൾ അത് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആയിരിക്കും. ഇതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ഇൻ SI സിസ്റ്റത്തിലോട്ട് എത്രയായിരിക്കും എന്നൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഈ ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റാം. ദാറ്റ് ഈസ് 0.83 ഇൻറ്റു ഗ്രാമിനെ കിലോഗ്രാമിലോട്ട് മാറ്റിയാൽ 10⁻³ ബൈ ഈ സെൻറ്റിമീറ്റർ ക്യൂബിനെ മീറ്റർ ക്യൂബിലോട്ട് മാറ്റുമ്പോൾ സെൻറ്റിമീറ്ററിനെ മീറ്ററാക്കി മാറ്റുക 10⁻². അതിനെ ക്യൂബ് ചെയ്യുക. ദാറ്റ് ഈസ് 0.83 ഇൻറ്റു 10⁻³ by 10⁻6, then 0.83 into ഈ 10⁻6 മുകളിൽ വരുമ്പോൾ 10⁻+3 ആവും, then 10⁻3. സോ ഇത് 830. അപ്പോൾ CGS സിസ്റ്റത്തെ കിലോ നിന്നും നമ്മൾ MKS സിസ്റ്റത്തിലോട്ട് മാറ്റുമ്പോൾ അത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, ദാറ്റ് ഈസ് 830 എന്നായിട്ട് മാറും. നെക്സ്റ്റ് വേറെ ക്വസ്റ്റ്യൻ നോക്കുക. ഫോഴ്സ് ഈസ് ഈക്വൽ ടു x പ്ലസ് y ബൈ ഡെൻസിറ്റി എന്ന് വരും. ഇതിൽ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് y എന്താണെന്ന് ചോദിച്ചാൽ, ഫോഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്, x പ്ലസ് y ബൈ ഡെൻസിറ്റി. അപ്പോൾ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു dimension of y by dimension of density. Therefore dimension of y is equal to dimension of force into dimension of എന്തായിരിക്കും? density. Dimension of force is ml t raised to -2 into density ഉള്ളത് ml raised to -3. That is, അപ്പോൾ ഇവിടെ ml raised to -3, അപ്പോൾ ml raised to -2 ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് y എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. ദ റേഷ്യോ ഓഫ് 1 kWh to 1 kWh to 1 million electron volt. kWh നമുക്ക് ജൂളിലോട്ട് കൺവെർട്ട് ചെയ്യണം. ആദ്യം കിലോ വാട്ടിനെ നമുക്ക്, ഇപ്പോൾ കിലോ വാട്ട് അവർ, ഈ കിലോ വാട്ട് അവറിനെ ജൂളിലോട്ട് കൺവെർട്ട് ചെയ്യണം. കിലോ വാട്ട് അവർ ജൂളിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ വാട്ട് അവറിലോട്ട് ആദ്യം കൺവെർട്ട് ചെയ്യാം. വാട്ട് അവറിലോട്ട് കൺവെർട്ട് ചെയ്യുമ്പോൾ 1 × 10⁻³ വാട്ട് അവർ ആയിട്ട് മാറും. വാട്ട് അവർ അപ്പോൾ 10⁻³ വാട്ട് അവർ ആണ്.
1 കിലോ വാട്ട് അവർ. ഇനി ഇതിനെ നമുക്ക് അവറിനെ ഇവിടെ ടൈം സെക്കൻഡിലോട്ട് മാറ്റാം. സോ 1 × 10⁻³ ഇൻറ്റു 60 ഇൻറ്റു 60. അപ്പോൾ നമുക്ക് ജൂൾ സെക്കൻഡിലോട്ട് കിട്ടും. മില്യൺ ഇലക്ട്രോൺ വോൾട്ടാണ്. ഒരു മില്യൺ ഇലക്ട്രോൺ വോൾട്ടിനെ 1 × 10⁻⁶ ഇലക്ട്രോൺ വോൾട്ട്. ഒരു ഇലക്ട്രോൺ വോൾട്ടിനെ വീണ്ടും ജൂളിലോട്ട് മാറ്റണം. സോ 1 × 10⁶ ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ വോൾട്ട് ഈസ് 1.6 × 10⁻⁹ കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലക്ട്രോൺ വോൾട്ടാവും. അപ്പോൾ അത് ജൂളിലോട്ട് മാറും. അപ്പോൾ ഇത് ഇത്രയും വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 കിലോ വാട്ട് അവറും 1 മില്യൺ ഇലക്ട്രോണും തമ്മിലുള്ള റേഷ്യോ എടുക്കും. ഇനി ഇതിനെ ഇതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇനി നമുക്ക് ഈ വാണ്ടർവാൾസ് ഇക്വേഷൻ നമുക്ക് എന്തായിരിക്കും? P + A/V². P + A/V² ഇൻറ്റു V - V = RT. ഇവിടെ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് എ, ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ബി നമുക്ക് കണ്ടുപിടിക്കേണ്ടി വന്നാൽ ഡയമെൻഷൻ ഓഫ് പ്രഷർ = dimension of A by dimension of V². Therefore, dimension of A equal to dimension of pressure into dimension of V². പ്രഷറിന്റെ ഡയമെൻഷൻ എടുക്കുമ്പോൾ ml T⁻² by L², വോളിയം L³ അതിന്റെ സ്ക്വയർ എടുക്കും. That is LL cancel, then ml T⁻² into L⁻⁶. So ml⁵ T⁻² എന്നാണ് വരുന്നത്. ഇനി എററുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാം. പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കുന്ന ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മളൊരു ക്വാണ്ടിറ്റി y = A³ B² / C². ഇതിൽ പെർസെൻറ്റേജ് എറർ എയിലുള്ള പെർസെൻറ്റേജ് എറർ 1%, ബിയിലുള്ള പെർസെൻറ്റേജ് എറർ 2%, സിയിലുള്ള പെർസെൻറ്റേജ് എറർ 4% ആണെങ്കിൽ ഈ വൈയിലുള്ള പെർസെൻറ്റേജ് എറർ Δy/y × 100 = 3 times of Δa/A × 100 plus 2 times of Δb/b × 100 plus 2 times of Δc/c × 100 ആണ്. ഇവിടെ ഓരോന്നിന്റെയും പെർസെൻറ്റേജ് എറർ നമ്മൾ പ്രത്യേകം തന്നിട്ടുണ്ട്. 3 × എയുടെ പെർസെൻറ്റേജ് എറർ എത്ര? 1 plus 2 × ബിയുടെ പെർസെൻറ്റേജ് എറർ 2 plus 2 × 4. So 3 plus 4 plus 8 15% ആയിരിക്കും എന്തായിട്ട് വരുന്നത്? വൈയിലെ എററായിട്ട് വരുന്നത്. ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം. ഇനി മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ 1-2 ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. ഞാൻ ക്ലാസ് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനൊന്ന് വർക്കൗട്ട് ചെയ്ത് തരാം. എ ബോഡി മൂവിങ് വിത്ത് യൂണിഫോം acceleration and covers half of its distance with 40 km/h and the next half with 60 km/h. The average speed കണ്ടുപിടിക്കാൻ 40 × 60 2 × 40 × 60 ഡിവൈഡ് ബൈ എന്താണ് 40 + 60 എന്നാണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഇവിടെ 2 × 40 × 60 ഡിവൈഡ് ബൈ 100 എടുക്കുക. സോ ഫസ്റ്റ് വെട്ടിപ്പോ. സോ 48 km/h എന്ന് വരും. പിന്നെ അതേപോലെ ഒരു ബോഡി ഫ്രീലി ഫാളിങ് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഓരോ സമയത്തും അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും അത് ഫാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് എക്സ്, 3x, 5x, 7x ഇങ്ങനെയല്ലേ. That means 1:3:5:7 etc. എന്ന റേഷ്യോയിലായിരിക്കും ബോഡി ഫാൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് 3rd സെക്കൻഡിൽ ബോഡി ഫാൾ ചെയ്തത് 50 മീറ്റർ ആണെങ്കിൽ അടുത്ത 4th സെക്കൻഡിൽ എത്ര എന്ന് ചോദിച്ചാൽ ഇവിടെ 3rd സെക്കൻഡിൽ 5x ആണ്. ദാറ്റ് ഈസ് 5x = 50.
then x is equal to 50/5 10 ആണ്. അപ്പോൾ അടുത്ത് നമുക്ക് ഫോർത്ത് സെക്കൻഡിൽ 7x ആണ്. ദാറ്റ് ഈസ് 7 into 10 is equal to എന്താണ് 70 മീറ്റർ എന്നായിരിക്കും വരുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കുക. എ ബോഡി ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് മൂവിംഗ് വിത്ത് യൂണിഫോം ആക്സിലേഷൻ. ദ ഡിസ്റ്റൻസ് ട്രാവൽ ഡ്യൂറിങ് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് നെക്സ്റ്റ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആകുമ്പോൾ നമുക്ക് u ഈസ് ഈക്വൽ ടു 0. ബോഡി ഇങ്ങനെ വന്നു അടുത്ത സെക്കൻഡിൽ. അപ്പോൾ ഇവിടെ റേഷ്യോ ആണ് ചോദിക്കുന്നത്. ഡിസ്റ്റൻസ് ഫസ്റ്റ് ടി സെക്കൻഡിലും ആൻഡ് നെക്സ്റ്റ് ടി സെക്കൻഡിലുമാണ്. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി 0. ഫസ്റ്റ് ടി സെക്കൻഡിലാകുമ്പോൾ S1 is equal to ഇവിടെ ut plus 1/2 at square എന്ന് എടുത്താൽ u0 into t plus 1/2 a into 1 square. That is S1 is equal to 1/2 a എന്ന് വരും. അടുത്ത t equal to 1 second എന്ന് വരും. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡില് 2 സെക്കൻഡ് കൊണ്ട് ബോഡി ഡിസ്റ്റൻസ് ഇവിടുത്തെ S2 വന്നു ഇവിടെ S1 എന്ന് എടുത്താൽ ഈ S1 plus S2 is equal to 1/2 into u0 1/2 into a into നമുക്ക് 2 square എന്നാണ്. ദാറ്റ് ഈസ് 1/a ഒരു 2 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ 2a എന്ന് വരും. ദാറ്റ് ഈസ് S1 plus S2 ഇവിടെ S1 is equal to 1/2. Then S1 plus S2 by S1 means 2a by 1/2a. a വെട്ടിപ്പോയി കഴിഞ്ഞാൽ S1 plus S2 by S1 is equal to ഇതങ്ങ് മോളിൽ എടുത്തു കഴിഞ്ഞാൽ 4. Then S1 plus S2 equal to 4S1. So S2 equal to 4S1 minus S1, that is 3S1 equal to S2 എന്ന് വരും. അപ്പോൾ ഇവിടെ S1 by S2 is equal to 1/3. അപ്പോൾ S1 is to S2 1 is to 3 എന്നായിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കുക. മാക്സിമം ആൻഡ് മിനിമം magnitudes of the resultant of two vectors of magnitudes p and q are in the ratio 3:1. നമ്മളിപ്പോൾ 2 vectors p and q ആണെങ്കിൽ ഇതിൻ്റെ മാക്സിമം ഈസ് ടു മിനിമം എന്ന് പറഞ്ഞാൽ p plus q മൈനസ് എന്തായിരിക്കും p minus q ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റേഷ്യോ 3/1 3:1 എന്ന് പറയും. എങ്കിൽ നമുക്ക് ഈ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് ഈസ് ടു എന്നാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ p plus q ഷുഡ് ബി ഈക്വൽ ടു 3p minus 3q. ഇതിനെപ്പുറത്തൊന്ന് q plus 3q equal to 3p minus p. So 4q equal to 3p minus p 2p. So ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 1. അപ്പോൾ p is equal to 2q, p by q is equal to 2/1. Therefore p is to q എന്ന് പറയുന്നത് 2:1. Next, two forces each equal to F/2 at right angles to each other. രണ്ട് ഫോഴ്സ് F/2 ആക്ട് ചെയ്യുന്നത് F/2 റൈറ്റ് ആംഗിൾസ് ടു ഈച്ച് അതർ ആണ്. Their effect may be neutralized by a third force. ഒരു തേർഡ് ഫോഴ്സ് ഉപയോഗിച്ച് ഇതിൻ്റെ എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യും. ഡെഫിനറ്റ് ആയിട്ടും ആ ഫോഴ്സ് എത്രയായിരിക്കും? ദാറ്റ് ഈസ് F is equal to root of F/2 whole square plus F/2 whole square. That is root of F square by 4 plus F square by 4 and root of 4 upon എന്തായിരിക്കും 2F square. അപ്പോൾ നമുക്കത് 1/root of 1/2 F ആയിരിക്കും. അത് F/√2 എന്ന് എടുക്കാം. A boat is sent across a river with a velocity 8 km/h. അപ്പോൾ ഒരു ബോട്ട് ഒരു റിവറിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ബോട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകും വിത്ത് എ വെലോസിറ്റി 8 km/h. If the resultant velocity of the boat is
10 km/h. റിസൾട്ടൻ്റെ വെലോസിറ്റി 10 km/h ആവണമെങ്കിൽ ബോട്ടിൻ്റെ യഥാർത്ഥ വെലോസിറ്റിയേക്കാൾ കൂടുതൽ വെലോസിറ്റി ബോട്ടിനെ കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ടും റിവറിൻ്റെ വെലോസിറ്റി അതിനെ അഫക്റ്റ് ചെയ്തു എന്നതാണ് സത്യം. ദ റിവർ ഈസ് ഫ്ലോയിങ് വിത്ത് എ വെലോസിറ്റി എങ്കിൽ റിവർ എത്ര വെലോസിറ്റിയോടുകൂടി ഫ്ലോ ചെയ്തിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റെ വെലോസിറ്റി 10 കിട്ടിയെങ്കിൽ റിവർ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയോടുകൂടി വരികയാണ്. അപ്പോൾ റിസൾട്ടൻ്റെ വെലോസിറ്റി 10 ഇത് 8 ആണെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ റിസൾട്ടൻ്റെ വെലോസിറ്റിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ബോട്ടിൻ്റെ വെലോസിറ്റിയുടെ സ്ക്വയർ പ്ലസ് റിവറിൻ്റെ വെലോസിറ്റിയുടെ സ്ക്വയർ. അപ്പോൾ വി ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 മൈനസ് 64, then വി ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 36, then 6 km/h എന്നായിരിക്കും ആൻസർ വരുന്നത്. A bird is flying towards south with a velocity 40 km/h and a train is moving with a velocity 40 km towards east. ഈസ്റ്റിലോട്ട് ഒരു ട്രെയിൻ വിത്ത് വെലോസിറ്റി 40 km/h. ഒരു ബേർഡ് ഈസ് ഫ്ലൈയിങ് ടുവേർഡ്സ് സൗത്തിലോട്ട്, നമ്മുടെ ഇങ്ങോട്ട് നോർത്താണ്, സൗത്തിലോട്ട് ഇതിനെ അക്രോസ് ചെയ്തുകൊണ്ട് ഒരു ബേർഡ് അത് 40 km/h പോകും. അപ്പോൾ ട്രെയിനിലിരിക്കുന്ന ഒരാൾ ഈസ്റ്റിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പുറകോട്ട് ബേർഡിനെ നോക്കുമ്പോൾ ബേർഡ് എവേ ഫ്രം ദ ട്രെയിനായിട്ടേ കാണത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വെലോസിറ്റി, ട്രെയിനിൻ്റെയും ബേർഡിൻ്റെയും വെലോസിറ്റിയുടെ റിസൾട്ടൻ്റ്, ഈ റിസൾട്ടൻ്റെ വെലോസിറ്റി ഒന്നിങ്ങനെ എടുക്കുമ്പോൾ റിസൾട്ടൻ്റ് നമുക്ക് ഇവിടെയാണ് എടുക്കുന്നത്. അപ്പോൾ ആ റിസൾട്ടൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 40² പ്ലസ് 40² ആയിരിക്കും. ദാറ്റ് ഈസ് 2 × 40² ആണ്. ദാറ്റ് ഈസ് 40 √2 km/h ആയിരിക്കും. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ട്രെയിനിലിരിക്കുന്ന ഒരു പാസഞ്ചർ ബേർഡിനെ ക്രോസ് ചെയ്ത് പോകുന്ന ബേർഡ് പറന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേർഡ് ട്രെയിനിൽ നിന്ന് എവേ ആയതുകൊണ്ട് ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് സൗത്തും ഇത് ഈസ്റ്റ് ആയതുകൊണ്ട് എന്താണ് വെസ്റ്റാണ്. അപ്പോൾ 40 √2 km ഇൻ ദ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷൻ അവിടെ പ്രാധാന്യമാണ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിൽ ആയിരിക്കും. ലോസ് ഓഫ് മോഷനിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ദ മാസ് ഓഫ് 2 bodies ആർ ഇൻ ദ റേഷ്യോ m1:m2, 1:2 എന്ന് പറഞ്ഞു. ബോത്ത് ആർ ഇനിഷ്യലി അറ്റ് റെസ്റ്റ്. ദാറ്റ് ഈസ് രണ്ട് ബോഡീസിൻ്റെയും ഇനിഷ്യൽ വെലോസിറ്റീസ് 0 ആർ സബ്ജക്റ്റഡ് ടു സെയിം ഫോഴ്സ്. ഒരേ ഫോഴ്സിലാണ് ഈ രണ്ട് ബോഡീസിനെയും നമ്മൾ പുഷ് ചെയ്യും. ദ വെലോസിറ്റീസ് അക്കേർഡ് ഡൗൺ ആഫ്റ്റർ കവറിങ് എ ഫിക്സഡ് ഡിസ്റ്റൻസ്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒരു ഫിക്സഡ് ഡിസ്റ്റൻസിൽ അപ്പോൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റീസിൻ്റെ റേഷ്യോ എന്തായിരിക്കും? ഇവർ ഫോഴ്സ് ഇതിൽ എഫ് നമ്മൾ MA എന്നാണ് പഠിച്ചത്. ഇവിടെ ഈ ആക്സിലേഷൻ കിട്ടുന്നത് v² ഈസ് ഈക്വൽ ടു u² + 2as. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി 0. അപ്പോൾ ഈ v കിട്ടുന്നത് ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. The velocity is acquired by them after covering a fixed distance ആകുമ്പോൾ ഈ എക്സസൈസ്. അപ്പോൾ ഇവിടെ v പ്രൊപ്പോർഷണൽ ടു എന്തായിട്ട് വരും? a ആയിട്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റി ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു m ആവും. ദെൻ v1ഉം v2 വരുന്നത് ഇപ്പോൾ a ആണ് വരുന്നത് ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു ma. a വരുന്നത് F/m ആണ്. അപ്പോൾ v പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? 1/m ആണ്. അപ്പോൾ കൂടുതൽ മാസ്സുള്ള ബോഡിക്ക് കുറച്ച് ആക്സിലേഷനും കുറച്ച് മാസ്സുള്ള ബോഡിക്ക് കൂടുതൽ ആക്സിലേഷൻ കിട്ടും എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സോ v1/v2 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? m2/m1 എന്നാണ് അവിടെ വരുന്നത്. ഇതിൻ്റെ മാസസ് ഏത് റേഷ്യോയിലായിരുന്നു? 1:2. അപ്പോൾ നമുക്കിവിടെ v² ആണ് വരുന്നത്. അപ്പോൾ v² ഈസ് പ്രൊപ്പോർഷണൽ ആകുമ്പോൾ അതനുസരിച്ച് ഇവിടെ √m വരും. സോ v1/v2 എന്ന് പറയുന്നത് നമുക്ക് m1:m2 ആണ്, 1:2. സോ 2/1 ദാറ്റ് ഈസ് √2:1 എന്നായിരിക്കും വെലോസിറ്റീസ് വരുന്നത്. ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. രണ്ട് ബോഡീസ്, അതിലിപ്പം A എന്നും B എന്ന് പറഞ്ഞ രണ്ട് ബോഡീസ്. ഇവിടെ നമ്മൾ 150 ന്യൂട്ടൺ
ഫോഴ്സ് ഉപയോഗിച്ച് രണ്ട് ബോഡിയെയും പുഷ് ചെയ്യും. ഇവിടെ ബോഡിയുടെ 10 kg മാസും ഇവിടെ 5 kg എങ്കിൽ ഇൻ ദ ഗിവൺ ഫിഗർ വാട്ട് ഇസ് ദ ഫോഴ്സ് എക്സെപ്റ്റ് ബൈ ദ ബ്ലോക്ക് ബി. ഈ ബ്ലോക്ക് ബിയിൽ എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് 150. അപ്പോൾ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 10 + 5 15 kg. അപ്പോൾ ഈ സിസ്റ്റത്തിലുള്ള ടോട്ടൽ ആക്സിലറേഷൻ എ എന്നെടുത്താൽ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻ ഫോഴ്സ് 150 is equal to m into a is 15, so m is equal to acceleration here 15 into acceleration. So acceleration is 150 by 15, 10 meter per second square ആണ് acceleration. Force exerted on B ആണ് ചോദിക്കുന്നതെങ്കിൽ force on B, ബിയുടെ മാസ് എത്രയാ 5 into 10, so 50 ന്യൂട്ടൺ ഫോഴ്സ് ആയിരിക്കും ബിയിൽ എക്സെപ്റ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനുമായിട്ട് സിമിലാരിറ്റി ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. എ സർട്ടൻ ഫോഴ്സ് അപ്ലൈഡ് ഓൺ എ മാസ് m1 gives an acceleration of 15 meter per second square. The same force applied to m2 gives an acceleration of 10 meter per second square. If two masses are fixed together രണ്ടും ഒരുമിച്ച് വയ്ക്കുന്നു and the same force is applied to combination, the acceleration will be. അപ്പോൾ ഇതിനെ കമ്പൈൻ ചെയ്താൽ എന്ത് ആക്സിലേഷനാണ്? നമ്മളിവിടെ എഫ് ഈസ് ഈക്വൽ ടു m1 ഇൻറ്റു 15. അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക്, അപ്പോൾ m1 ഈസ് ഈക്വൽ ടു എഫ് ബൈ 15. രണ്ടാമത് എഫ് ഈസ് ഈക്വൽ ടു m2 ഇൻറ്റു 10 ആണ്. therefore m2 ഈസ് ഈക്വൽ ടു എഫ് ബൈ 10. ഇനി രണ്ട് മാസം കൂടെ ഒരുമിച്ച് വയ്ക്കുക. ഒരുമിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? m1 പ്ലസ് m2 ആണ്. ദാറ്റ് ഈസ് എഫ് ബൈ 15 പ്ലസ് എഫ് ബൈ 30, സോറി എഫ് ബൈ 10. LCM 30 ആണ്. 30 ആകുമ്പോൾ 30 ബൈ 15 2f പ്ലസ് 30 ബൈ 10 3f, ദാറ്റ് ഈസ് 5f ബൈ 30. അപ്പോൾ m1 പ്ലസ് m2 എന്ന് പറയുന്നത് f ബൈ 6 ആയി. ഇനി എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? രണ്ട് മാസം കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ആക്ട് ചെയ്യുന്ന അതിൻ്റെ ആക്സലേഷൻ, ദെൻ ആക്സലേഷൻ പ്രൊഡ്യൂസ്ഡ് ഈസ് ഈക്വൽ ടു എഫ് ബൈ m1 പ്ലസ് m2 ആയി. എഫ് എന്ന് പറയുന്നത് എഫ് ആയിട്ട് തന്നെ എടുക്കാം, ബൈ m1 പ്ലസ് m2 എഫ് ബൈ 6, m1 പ്ലസ് m2 ആയി. m1 plus m2 is equal to f by 6. Then f cancel 6. So common acceleration എന്ന് പറഞ്ഞാൽ 6 meter per second square.